പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ ഇതിനെ തലക്കെട്ട് വിചിത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് കയറുകൾ. ഹല്ലേലൂയ. രണ്ട് കയറ് നമ്മുടെ മുമ്പിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ക്രൊയേഷ്യക്കാർക്ക് ധ്യാനം കൊടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ 25-26 വയസ്സം ഉണ്ട്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. അവന് എൻ്റെ അടുക്കൽ മീശൻ താടിക്ക് ഒരു ഹിപ്പിയെ പോലെ വന്നു. വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു അത്ഭുത പ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ചരടാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ ഒരു ചരട് ബന്ധിച്ചിരിക്കുകയാണ്, ഒന്ന് പൊട്ടിച്ചു വിടാവോ അച്ഛാ? ഞങ്ങൾക്കിപ്പോ അവന്റെ മുഖത്ത് ചരടും ഒന്നുമില്ല, അരിഞ്ഞാണ ചരട് പോലും കാണുകയില്ല, കഴുത്തേലും ഒരു ചരടും കണ്ടില്ല. ഹല്ലേലൂയ. പിന്നെ ഏത് ചരടാണ്? എന്നിട്ട് പറയാണ്, അച്ഛാ എന്റെ ഏറ്റവും വലിയ ചരട് ഇന്റർനെറ്റും ഗൂഗിളും ഒക്കെ അച്ഛാ. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ബോധ്യം കിട്ടി. അവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം പറയാണ്, അച്ഛാ എല്ലാ കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ലതാണ്, എന്നാൽ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം എന്നെ ബന്ധിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ അപ്പൻ എനിക്ക് തന്നതാണ് ഒരു മൊബൈല്. അന്ന് മുതൽ എനിക്ക് ചെറുപ്പം പോലെയുള്ള ആ മൊബൈല് എനിക്ക് ബന്ധനമായിട്ട് അത് വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ അതിനകത്ത് നല്ല ചിത്രങ്ങൾ കാണുമായിരുന്നു, ഫാത്തിമയിലേത്, മജ്ജുകോരയിലേത്, മാതാവിന്റെ ആവശ്യപ്പെടേണ്ട നല്ല ഭക്തിഗീതങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. സാവധാനം ഞാൻ ഫോണോഗ്രാഫിയിലേക്ക് നീങ്ങുന്നു. അവിടെയാണ് പിശാചിന്റെ കയറിനെ ബന്ധിച്ചാച്ച. പിന്നീട് ഞാൻ എപ്രകാരം എന്റെ ശരീരത്തെ ദുരുപയോഗിച്ചു. ഞാൻ ദിവസം 12-14 തവണ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. ഇങ്ങേറ്റം ചോര വരുമായിരുന്നു ഞാൻ അപ്രകാരം ചെയ്യുമ്പോൾ. എനിക്ക് മാനസിക രോഗമാണ് വിചാരിച്ച എന്റെ ഡോക്ടർമാരുടെയൊക്കെ പോയി. അവർ പറഞ്ഞൊന്നുമില്ല, മൊബൈൽ നിർത്താൻ. പക്ഷേ ഈ ചങ്ങല പൊട്ടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്കെല്ലാവരും വെറുപ്പാണ്. എനിക്ക് ഒരുത്തരെയും സ്നേഹിക്കാൻ, അപ്പനെയും അമ്മയോ സഹോദരങ്ങളൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഏത് സ്ത്രീയെ കണ്ടാൽ ഇങ്ങേറ്റം മാതാവിന്റെ പടം, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പടം കാണുമ്പോഴും എനിക്ക് ഇങ്ങനത്തുള്ള സെക്സിന്റെ ചിന്ത. എന്റെ അമ്മയോ 2 എന്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, പെങ്ങന്മാരുണ്ട്, അവരെ കാണുമ്പോഴും ഇപ്രകാരമുള്ള അശ്ലീലമായ ചിന്തകളാണ് എന്റെ മനസ്സിൽ വരുന്നത്. ആഭാസത്തരമാണ് എന്റെ മനസ്സിൽ വരുന്നത്. അവിടെ കൂടെ കിടക്കണം, ശയിക്കണം എന്നുള്ള ചിന്തയാണ്. എന്റെ അച്ഛാ, ഞാനിന്ന് ഇപ്രകാരം ബന്ധിക്കപ്പെട്ടു, എന്നെ കെട്ടുന്നടിക്കണേ. എനിക്ക് ഒത്തിരി പേരിങ്ങനെ ക്യൂ നിൽക്കുക കാണാനായിട്ട്, സമയം അധികം ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കണ്ണടയ്ക്ക്, ക്രൂശിതനായ ഈശോ ധ്യാനിക്കുമെന്ന് പറഞ്ഞു എന്റെ കുരിശുവ ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ തന്നെ ഇവനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു വിടുതൽ പ്രാർത്ഥന നടത്തി. ചക്ക വെട്ടിയ പോലെ നിലത്തോട്ട് അങ്ങ് വീണു. വലിയ അലർച്ച. ധ്യാനത്തിലുണ്ടെന്ന് 5000 പേരും അത് തിരിഞ്ഞു നോക്കി എന്താ സംഭവം എന്നറിയാൻ. അപ്പോൾ ഞാൻ അത് വിശുദ്ധ ആനാമ്പള്ളം വലിച്ചു. അവന് എഴുന്നേറ്റു, എന്റെ കാൽക്കൽ വീണു, ക്ഷമ ചോദിച്ചു. അതിനുശേഷം ഞാൻ അവനെ ഒരു കുമ്പസാരക്കാരൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടു. ആ ധ്യാനം കഴിഞ്ഞ് വളരെ മിടുക്കനായിട്ടാണ് പോയത് എന്നറിയാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു, സ്വസ്ഥനായിരിക്കുന്നു. അതായത് അവസാനം അവനെടുത്ത ഒരു പ്രതിജ്ഞ ഇതായിരുന്നു, ഇനി മൊബൈൽ ഉപയോഗിക്കുകയില്ല എന്ന്. അതായത് ആത്മാവിൽ ശാന്തമായിട്ട് നിയന്ത്രണമുണ്ടെങ്കിൽ ഇനി മൊബൈൽ ഉപയോഗിക്കൂ എന്ന്. പിന്നെ അവനിപ്പോൾ പറഞ്ഞത് സാധാരണയുള്ള വീട്ടിലെ ഫോണാണ് ഉപയോഗിക്കുന്നത്, അപ്പൻ ഉപയോഗിച്ചിരുന്ന ഫോണ്. ഇതൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ശരിയായിരിക്കാം, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരെയും അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ള ഇത് പറയാൻ കാരണം, ഇന്ന് ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. 1 യോഹന്നാൻ അധ്യായം 5:19. ഇത് മനസ്സിലാക്കണം. ഇത് ഒരു വലിയ ശക്തിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ നമ്മുടെ മുമ്പിൽ. ഇന്ന് ആ കയറെ പിടിക്കാതെ മടക്കാൻ മേലത്ത കാലമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ സാങ്കേതിക വിദ്യകളെല്ലാം കൊണ്ട് നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇന്ന് പൈസ എടുക്കണമെങ്കിൽ, പൈസ കൊടുക്കണമെങ്കിൽ, ഏതെങ്കിലും ആളുകളോട്ട് ഇടപെടെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല. എല്ലാം ഓൺലൈനിലാക്കി. കൊച്ചുകുട്ടികളുടെ പഠനം പോലും ഈ ഓൺലൈൻ എന്നാണ് ആ കയറിന്റെ പേര്. ഹല്ലേലൂയ. ഇന്റർനെറ്റ് എന്നാണ് ആ കയറിന്റെ പേര്. പ്രിയമുള്ള മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും, ജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം 1:7. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം വേറൊരു കയറ് തൂങ്ങിക്കിടപ്പുണ്ട്. പ്രഭയുള്ളതാണത്, കൃപയുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ചരട് തൂങ്ങിക്കിടക്കുന്നു. അതാണ് ഭക്തിയുടെ ജീവിതം, തിന്മയെ വെറുത്തുകൊണ്ടുള്ള ജീവിതം.
അതാണ് ഞാൻ പറയുന്നത് തിരുസഭയിലെ ജീവിതം. തിരുസഭ കർത്താവിന്റെ ശരീരമാണല്ലോ. ആ ചങ്ങല അല്ലെങ്കിൽ ആ വടം തൂങ്ങിക്കിടപ്പുണ്ട്. കൂരാശകളാണ് അവിടെ ഉള്ളത്, നമ്മളെ കഴുകാൻ, ശുദ്ധീകരിക്കാൻ, നമ്മളെ മാറോട് ചേർക്കുവാൻ. അപ്പൊ ഈ കൂരാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പോകുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ചരട് നമ്മളെ കെട്ടിയിരിക്കുന്നത് ഏതാണ് എന്ന് നമ്മൾ നോക്കണം. ഈ ചെറുപ്പക്കാരനെ പറ്റി ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് യേശയ്യാ പ്രവാചകൻ 5-ാം അധ്യായം 18, യേശയ്യാ 5:18. നുണയുടെ കയറുകെട്ടി അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവനും ദുരിതം. ഹല്ലേലൂയ. അകൃത്യവും പാപവും കെട്ടിവലിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം. എത്ര പേരാണ് ഇത് പൊട്ടിക്കണം കർത്താവിന്റെ കരുണയിലെ. അതെ, ഇനി അതേ സമയം തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഹോശേയ പ്രവാചകൻ 11:14. ഹോശേയ 11:14. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, അത് സ്നേഹത്തിന്റെ കയറ് തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഈ 2 കയറുകൾ ഇന്ന് ഈ ലോകത്തിൽ സംരംഭ്യമാണ്. ഇത് ഓർത്തിരിക്കണം. നമ്മൾ ഏത് കയറിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അത് നമുക്കറിയാം, കയറി തൂങ്ങിയാണ് ഒരാള് യേശുവിനോട് കൂടെ നടന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ, പ്രസംഗിച്ചവൻ, കർത്താവിന്റെ പേഴ്സ് പോലും സൂക്ഷിച്ച ജൂദാസ് കയറിൽ കെട്ടി തൂങ്ങി മരിച്ചു. ഹല്ലേലൂയ. കയറിന്റെ അത് പ്രത്യേകത നാം മനസ്സിലാക്കിയിരിക്കണം. ഗർവിഷ്ഠൻ എനിക്ക് കെണി വച്ചിരിക്കുന്നു, അവരെനിക്ക് വല വിരിച്ചിരിക്കുന്നു, വഴിയരികിൽ അവരെനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു സങ്കീർത്തനം 140:5. പ്രിയപ്പെട്ടവരെ, ഇതേക്കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അവരെ സുഭാഷിതം 5:22-23 പറയുന്നു, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു, ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതി അടയുന്നു, വലിയ പോഷത്വം കൊണ്ട് അവൻ നശിച്ചിരിക്കുന്നു. സുഭാഷിതം 5:22-23. ഇതൊക്കെ ചിന്തനീയമാണ് പ്രിയമുള്ളവരെ. ഇന്നേറെ ദുഷ്ടതയും തിന്മയും എല്ലാം കടന്നുകൂടുവാൻ ഒരു കാരണം ഇപ്രകാരം ഒരു നമ്മളെ ചുറ്റിയിരിക്കുന്ന ഒരു കയറുണ്ട്. ഈ കയർ പൊട്ടിക്കണം. നമുക്കറിയാം. എന്നിട്ട് അത് നമ്മൾ കർത്താവിനെ വിളിച്ച് വരുത്തണം. നമുക്കൊരു കഥ അറിയാം. പഴയ നിയമത്തില് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ ശംസനെ വലിച്ചു മുറുക്കി കെട്ടി ഫിലിസ്ത്യർ അനങ്ങാതിരിക്കത്തക്ക വലിയ വടം കൊണ്ടാണ് കെട്ടത്. അവനെ കൊല്ലാനായിട്ടായിരുന്നു. എന്നിട്ട് ശത്രുക്കളെ ഏൽപ്പിക്കുവാനായിട്ട് അവൻ എന്ത് ചെയ്തു? വലിയ ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ വരണമെന്ന് പ്രാർത്ഥിച്ചു. അവന്റെ ഒരു ആത്മാവുണ്ടായിരുന്നു. ആത്മാവിനെ തട്ടി ഉണർത്തി എന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ ആ കയറ് ചണനാര് പോലെ പൊട്ടിപ്പോയി. എന്നിട്ട് അടുത്ത ഇടയിൽ മരിച്ച ചത്തുപോയ കഴുതയുടെ കഴുത്തല്ലെടുത്ത് ഒറ്റയടി 1000 പേരെ MGR സ്റ്റൈലിൽ കൊന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള ശക്തി പരിശുദ്ധാത്മാവ് നേടിയെടുക്കണം. കയറ് പൊട്ടിക്കാൻ പറ്റും. അതെ, ബന്ധനം അഴിക്കുക. നമ്മൾ പലപ്പോഴും പറയും ബന്ധനം അഴിക്കുന്ന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബന്ധനം അഴിക്കാൻ ആത്മാർത്ഥമായിട്ട് മനസ്സാക്ഷി പരിശോധിച്ച് ബന്ധങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് തന്നെ ആ ബന്ധനങ്ങളെ അഴിക്കാം. ഒരാളുടെ ആശയമില്ല. ഇനി പറ്റുകയില്ലെങ്കിൽ പോകൂ. ഒരച്ഛന്റെ പ്രാർത്ഥനയോ അൽമേനിയുടെ പ്രാർത്ഥനയോ ബന്ധനം അഴിക്കുവാൻ. കോമളിക്കാരൻ തോമാച്ചൻ പറഞ്ഞതുപോലെ, അത് അടുത്തവരുടെ കാരിശ്വാമിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, അത് ബന്ധനം അഴിക്കണം, കെട്ടഴിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. ആത്മാവിന് ശക്തിയാണിത്. ആത്മാവിലൂടെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നമ്മളെല്ലാം ദൈവത്തിന്റെ ആലയങ്ങളാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം വിളിച്ചു പ്രാർത്ഥിക്കണം. അപ്പം പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്തുക. നമുക്കറിയാം ദാവീദ് ഗോലിയാത്തും ആ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് അവന്റെ പരിശുദ്ധാത്മാവാണ് അവന് ശക്തി കൊടുത്തത്. ആ ഞവണ കൊണ്ടൊക്കെ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തിയായിരുന്നു ഉള്ളിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതുപോലെ നമ്മളുടെ ആത്മാവിനെ നമുക്ക് ഒന്ന് തട്ടി ഉണർത്തണം. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ സൂസന്നയുടെ കഥയില്. നമ്മൾ വായിക്കുന്നുണ്ട്, സൂസനെ കൊല്ലാനായിട്ട് കൊളക്കത്തിലേക്ക് ന്യായാധിപന്മാർ ചെണ്ടയടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ ആത്മാവിനെ തട്ടി ഉണർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ടാണ് അപ്പോൾ വിജ്ഞാനം പ്രസംഗിച്ചത്. നിങ്ങൾ നിരപരാധിയായ ഒരു സ്ത്രീയെ വിചാരണ ചെയ്യാതെ കൊലയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നത്.
ഈ വിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഈ വിജ്ഞാനം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണരണം. അപ്പൊ പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്തണമേ. എന്നിലെ ശക്തി, നമുക്ക് പഴയൊരു പാട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ എന്ന പാട്ട്. അത് കൂടെ പാടണം. എന്നിട്ട് ശക്തിയുള്ളവരായിട്ട് ഈ തൃണവൽക്കരിക്കണം ഈ വടങ്ങളെയെല്ലാം. വടങ്ങൾ പൊട്ടിക്കണം. ഈ വടങ്ങൾ ഏതൊക്കെ ആയിരിക്കാം? നമ്മൾ 5-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന പോലെ ഒരു പക്ഷെങ്കിൽ നമ്മളെ നിയന്ത്രണമില്ലാതെ എല്ലാത്തരം തിന്മകൾക്കും അടിമപ്പെട്ട് കഴിയുകയായിരിക്കാം. പുകവലിയായിരിക്കാം, മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമായിരിക്കാം, അശുദ്ധിയുള്ള ജീവിതം, സ്വയംഭോഗം, സ്വവർഗഭോഗം, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ അവിശ്വസ്തത, കള്ളം പറച്ചില്, കള്ളം കാണിക്കുക, കള്ളം ചരിക്കുക, ഇങ്ങനത്തുള്ളതൊക്കെ തിന്മകളിൽ കൊണ്ട് നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. മർക്കോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവനെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. അത്രമാത്രം ശക്തിയുള്ളവനായിരുന്നു. അവൻ ശവക്കോട്ടയിലായിരുന്നു താമസിച്ചിരുന്നത്, ശവകുടീരങ്ങളിൽ. അവനെ അമർത്താൻ ആർക്കും കഴിയില്ലായിരുന്നു. അവന്റെ പേര് കർത്താവ് ചോദിച്ചു പറഞ്ഞെന്താണ്? ലഗിയോൻ. അതിനുള്ള കൂട്ടമാണ്, ഞങ്ങളൊരു സംഘമാണ്. ഇങ്ങനെ സംഘമായിട്ട് പലരെയും പിശാച് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്റെ അടുക്ക വന്ന ചെറുപ്പക്കാരന്റെ കൂടെ കൂവുക, വലിയ ഒച്ചത്തിൽ കിടന്ന് കാറുക. എത്രയോ പേരെ പ്രകാരമുണ്ട്. അവൻ പറയാറ്, രാത്രി കിടക്കുമ്പോൾ ഞാൻ കാറുമായിരുന്നു. എന്റെ അപ്പനും അമ്മയും വല്യമ്മയും ഒക്കെ വന്ന് വെള്ളം തളിക്കുമായിരുന്നു, ആനാമ്പെള്ളോ. എന്നിട്ട് ഞാൻ ശരിയായിട്ടില്ലായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ട് ഒരു പൂരോച്ചാടകൻ അച്ഛൻ്റെ അടുക്കൽ, എന്നിട്ടും ശരിയായില്ല എന്ന് പറയായിരുന്നു. അതങ്ങനെ ധാരാളം പേരെ കാണാൻ സാധിക്കും ഇപ്രകാരം ബന്ധനത്തിൽ കഴിയുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഏറെ പേരെ ഞാൻ ഇപ്പൊ മനസ്സുകൊണ്ട് കാണുകയാണ് ഇപ്രകാരം ബന്ധനത്തിൽ ലഗിയോൻ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് അത് ടെലഫോണാണ്, മൊബൈലാണ്, അതിനകത്തെ ഗൂഗിൾ ആണ്, അല്ലെങ്കിൽ അതിനകത്തെ ഏതെങ്കിലും പടങ്ങളാണ്. പൊട്ടിക്കണം. മൊബൈൽ ഉപയോഗിക്കേണ്ടത് ഞാൻ പറയില്ല, ഉപയോഗിച്ചു ദുരുപയോഗിക്കരുത്. ഹല്ലേലൂയ. എല്ലാം നമുക്ക് തമ്പുരാൻ തന്നതിനെല്ലാം ഉപയോഗവും ദുർവിനിയോഗവും ഉണ്ട്. പണം കർത്താവ് തരുന്നതാണ്, ഉപയോഗിക്കാം. പക്ഷെ ദുർവിനിയോഗം ചെയ്യരുത്. ഈശ്വരസഭക്കാർ അച്ഛന്മാർ പണ്ട് എന്ത് കിട്ടിയാലും, പ്രത്യേകിച്ച് പുസ്തകമൊക്കെ കിട്ടുമ്പോൾ അതിന് മുകളിൽ എഴുതുമായിരുന്നു ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ന് പറഞ്ഞ പോലെ തമ്പുരാന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്, പണം തന്നിരിക്കുന്നത്, വീട് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ തന്നിരിക്കുന്നത്, കമ്പ്യൂട്ടർ തന്നിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി എല്ലാം തമ്പുരാൻ തന്നത് നമ്മുടെ നന്മയ്ക്കും ദൈവമഹത്വത്തിനുമായിട്ടാണ്. അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണമേ. തിന്മയ്ക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ദുർവിനിയോഗം എന്ന് പറയുന്നത്. അതുപോലെ ദൈവമഹത്വത്തിന് അല്ലാതെ കണ്ട് തിന്മയ്ക്ക് പാപം ചെയ്യുവാൻ ഉപയോഗിച്ച ദൈവത്തെ വേദനിപ്പിക്കുവാൻ എങ്കിൽ കണിശമായിട്ടും കർത്താവിന്റെ ഇഷ്ടമല്ല. അതിൽ നിന്നാണ് മോചനം വേണ്ടത്. എനിക്കറിയാം പല ചെറുപ്പക്കാരും നേരം വെളുക്കുമ്പോഴേ മൊബൈൽ കയ്യെടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈശോ രക്തത്തിൽ മുക്കും. എന്റെ കർത്താവ് ഇന്ന് ഇത് ദുർവിനിയോഗിച്ച് എന്റെ കണ്ണുകൊണ്ടോ എന്റെ കാതുകൊണ്ടോ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം കൊണ്ട് പാപം ചെയ്യാൻ ആക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരെ കേരളത്തിലെ ചെറുപ്പക്കാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അവരുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് കൊണ്ടാണ്. മൊബൈലും അവനെയും മുക്കും ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ രാവിലെ ശുദ്ധീകരിക്കാൻ. അവർ വൈകുന്നേരം വരുമ്പോഴും ഏതെങ്കിലും ചെറിയ പാപം പോലും ചെയ്യാനിടയായിട്ടുണ്ട്, ആ മൊബൈലിന്റെ ഉപയോഗമുണ്ട് എങ്കിൽ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് മൊബൈലിന്റെ ഉപയോഗവും രാത്രിയിലൊന്നും ഉപയോഗിക്കരുത് മക്കളെ. അതിന്റെ ആവശ്യമില്ല. അത് ഓഫ് ചെയ്ത് വെക്കുക. അതൊക്കെ ദുർവിനിയോഗമാണ്. ഞാൻ പറഞ്ഞു, രാത്രി ഉറങ്ങാൻ തന്നിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇൻസോംനിയ, ഉറക്കമില്ലായ്മയുന്നുണ്ട്. അതിനൊരു കാരണം ഈ മൊബൈലാണെന്ന് എനിക്കറിയാം. അത് തലണിക്കഴ വെച്ചിരിക്കുകയാണ്. എപ്പോഴടിക്കുന്നത്, എപ്പോഴാണ് മെസ്സേജ് വരുന്നത് നോക്കിയിരിക്കുന്നു. അത് വലിയൊരു ആകുല പിശാചിന്റെ ബന്ധനമാണ്, ഉറക്കാതിരിക്കാൻ. ഞാൻ ഈ ധ്യാനങ്ങൾ കാണുന്ന ഒത്തിരി പേരും ഇൻസോംനിയ, ഉറക്കമില്ലായ്മ. ഞാൻ എപ്പോഴേ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് തീരുമാനമെടുക്കൂ, പകൽ മാത്രമേ മൊബൈൽ ഉപയോഗിക്കൂ എന്ന്. അപ്പോൾ ഇവിടെ ഇതിപ്പോ നമ്മുടെ കുർബാനയുടെ സമയത്ത് പോരും. ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അതായത് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന അച്ഛൻ പോലും ധ്യാനത്തിന്റെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയാണ് വരെ മൊബൈൽ വെച്ചുകൊണ്ട് ആൾക്കാരുടെ അടിയിൽ, വേറെ ആരും കാണാതെ. കപ്പ്യാർ കണ്ടു, ആ കപ്പ്യാരാണ് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതെ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ കാരണം ഉപയോഗവും ദുർവിനിയോഗവും മനസ്സിലാക്കുക. യാതൊന്നും ദുർവിനിയോഗിക്കരുത്. എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് തമ്പുരാൻ തന്നു. നന്ദിയോടെ സ്വീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അതിനുള്ള അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ
കൃപയ്ക്കായിട്ട് കൂടുതൽ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ കാലം വളരെ മോശമാണ് മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തുള്ള ചെറിയ വീഡിയോകൾ ഒന്നിനു പുറകെ ഒന്നാക്കി തരുന്നത്. ഒരപ്പനെന്ന നിലയിൽ, ഒരു വലിയപ്പനെന്ന നിലയിൽ, അപ്പൂപ്പനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പലരും എൻ്റെ ആധ്യാത്മിക മക്കളാണ് പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ മൊബൈല് നരകത്തിൽ പോകാൻ ഇടയാക്കരുത്. നമ്മുടെ കമ്പ്യൂട്ടറും കൂടി നരകത്തിൽ പോകാൻ ഇടയാക്കരുത്. പല ദർശനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്മാർ പോലും, കന്യാസികൾ പോലും മൊബൈലും പിടിച്ച് തീക്കാത്ത് കിടക്കുന്നത്. നരകത്തിലല്ല, ശുദ്ധീകരണ സ്ഥലത്ത്. അവരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പ്രസംഗത്തിൽ ഇത് പറയണം. അത് കമ്പ്യൂട്ടറും കൊണ്ട് അല്ലെങ്കിൽ മൊബൈലും കൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വരാൻ ഇടയാക്കരുത് എന്ന് അത് പറയുകയാണ് ഞാൻ ആത്മാർത്ഥമായിട്ടും. നമുക്ക് തമ്പാൻ തന്ന ഉപകരണങ്ങൾ തന്നെ, നന്മകൾ തന്നെ തിന്മയ്ക്കായിട്ട് ഉപയോഗിച്ച് നമുക്ക് സ്വയം നാശം കൈവരുത്താൻ കഴിയും. അങ്ങനെ കൈവശം നാശം വരുത്തുന്ന ധാരാളം പേരുണ്ട്. ആ മുമ്പിൽ ആ 2 കയറും കാണും. കൃപയുടെ ആ പരിശുദ്ധാത്മാവിന്റെ കയറ്. അവര് അശുദ്ധിയുടെയും തിന്മയുടെയും ആ കയറ്, പിശാചിന്റെ കയറ് തൂങ്ങി മരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ ശാന്തമായി അടയ്ക്കും. താനുമുള്ള കർത്താവിൽ ചിന്താശകലം പങ്കുവച്ചതാണ്. ഈ നാളുകളിലേറെ ആളുകളെ, ഇങ്ങേറ്റം തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെപ്പോലും അഭിഷിക്തരെപ്പോലും ഏറെ ചെറുപ്പക്കാരെയും നാശത്തിലേക്ക് നയിക്കുന്നതാണ് ഇന്റർനെറ്റ്. അതിന്റെ പേര് തന്നെ നെറ്റ് എന്നാണ്. കുരുക്കാണ്, വലയാണ്. ആ വലയിലായിരിക്കുന്ന ഏറെ പേരുണ്ട് കർത്താവിൽ. ആ വല അവർ നാശത്തിലേക്ക് നയിക്കുന്നു. വലയെറിഞ്ഞ് ഒരു പക്ഷെങ്കിൽ മീനെ പിടിക്കാം, നല്ലതാണ്. ആ വലയെറിഞ്ഞ് അതിനകത്ത് പാമ്പും കയറാൻ പറ്റും. ആ പാമ്പ് കടിച്ചു മരിച്ചെന്നും വരാം. കാനവിളക്കത്തായ വലയിൽ കുടുങ്ങിയ പാമ്പ് കടിച്ചു മരിച്ചവരുണ്ട്. കാനവിളക്കത്തായ അപ്രകാരമാകാതിരിക്കാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനുകൾ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറഞ്ഞ് അവയെല്ലാം അങ്ങനെ ബഹുമാനാർത്ഥം ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിമിഷം ഇപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ദൂഷിച്ച ആ കയറുകൾ പൊട്ടിക്കണം യേശു നാമത്തിൽ. കാനവിള കർത്താവേ, ഈ നിമിഷം ഇവരെല്ലാവരും അർപ്പിക്കുന്നു. ചിലരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ചിലരൊക്കെ അത് എന്റെ കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് പറയുന്നു. സത്യമാണ് മക്കളെ. ഞാൻ നിങ്ങളെ ഈശോയ്ക്ക് അർപ്പിക്കുന്നു. നിങ്ങളുടെ ആ ടെലിഫോണും മൊബൈലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം കർത്താവിന് സമർപ്പിക്കൂ. സർവവും യേശുനാഥനായി എന്നുള്ള പാട്ട് മനസ്സുകൊണ്ട് പാടൂ. എല്ലാം പണം, ബാങ്കിലെ പണം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജോലിക്കുള്ള കൃപ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി, പഠനം എല്ലാം തമ്പുരാൻ തന്നു. നിങ്ങളെ തന്നെയും തമ്പുരാനാണ് തന്നത്. നിങ്ങളുടെ ആരോഗ്യം, ആയുഷെല്ലാം തമ്പുരാന്റെ എല്ലാം അർപ്പിക്കൂ. സർവവും യേശുനാഥനായി ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം സമർപ്പിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവർക്ക് ജീവൻ കൊടുത്തു. ആ ജീവൻ നശിപ്പിക്കാൻ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത എടുത്തു മാറ്റണമേ. ജീവനുള്ള വെറുപ്പ് മാറ്റണമേ. ജീവനെ സ്നേഹിക്കുവാൻ, ആ ജീവനെ വളർത്തിയെടുക്കുവാനുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു. ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിനെല്ലാം മുറുകെ പിടിക്കാൻ കൃപ കൊടുക്കൂ. അതൊന്നും തിന്മയ്ക്കായി ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഇവരോരുത്തരെയും അങ്ങ് പൊട്ടി ചോരയൊഴുകുന്ന ആ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ആ രക്തത്തിലൂടെ ഇവരെ കഴുകൂ. ഇവർ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും വിശുദ്ധീകരിക്കൂ. അവിടുന്ന് ഒഴുകുന്ന ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിൽ ഊരണമേ, തളിക്കണമേ, ശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. ഇവരുടെ ജീവിതം മുഴുവനും വിശുദ്ധിയിൽ നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.